ഇതൊന്നും ഈ ഏജൻസിക്കാർ നിങ്ങളോട് പറഞ്ഞു തരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞാൽ കാനഡയിൽ ഒരു ജോലി കണ്ടുപിടിച്ച് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ് ഈ പറഞ്ഞ LMA കൊടുക്കാമെന്ന് ഉറപ്പ് പറയുന്നത്. ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കും, ചിലപ്പോൾ കുറച്ച് പൈസ മേടിച്ചിട്ട് കൊടുക്കും. ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നോ എനിക്ക് അറിയത്തില്ല, കാരണം ഞാനിപ്പോ നിൽക്കുന്ന ഒരു ഡാമിന്റെ മുകളിലാണ്. ഡാം ഒന്ന് കാണിച്ച സാധനം കണ്ടില്ലേ ഗായ്സ്, ഇതാണ് ഡാം. ചെറിയൊരു ഡാമാണ്. അപ്പൊ ഞങ്ങളിന്ന് വീക്കെൻഡ് ആയിട്ട് മീനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ നിങ്ങളോട് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനും കൂടിയാണ് വന്നത്. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ വിസിറ്റിംഗ് വിസ ആയിട്ട് വർക്ക് പെർമിറ്റ്, ഇതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടും. അത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ കാനഡയിലേക്ക് വരാൻ വേണ്ടി 3-4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വിസിറ്റിംഗ് വിസയാണ്, രണ്ടാമെന്ന് പറയുന്നത് സ്റ്റഡി പെർമിറ്റ് ആണ്, മൂന്നാമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് PR ആണ്. അപ്പൊ ഈ 3 രീതിയിൽ നിങ്ങൾക്ക് കാനഡയിലേക്ക് വരാം. പല വഴികളുണ്ട്. നോർമലി നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കുറച്ച് 3 വഴികളാണ് ഇതെല്ലാം. അതിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് വിസയാണ്. നമ്മളെ തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒത്തിരിയും പേര് കാനഡയിലേക്ക് വരാനായിട്ട് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല പ്രൊഫഷണൽ, നല്ല ട്രാവലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ടൂറിസം എന്നുള്ള രീതിയിലൂടെ കാനഡയിലേക്ക് വരാൻ പറ്റും. ഇപ്പോൾ കാനഡയിലേക്ക് നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നേരം ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് കാനഡയിലേക്ക് പോകുന്നത്, പർപ്പസ് ഓഫ് ദ വിസിറ്റ്. അതെന്ന് പറയുന്നത് നോർമലി ഒന്നുകിൽ നമ്മൾ കാനഡയിലുള്ള ഇപ്പം മക്കളാരെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് കാണും, അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്യും, അങ്ങനെ പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കുറേ കൺട്രിയൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് കാനഡ ഒന്ന് കാണണം, ടൂറിസം എന്നുള്ള രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് വിസിറ്റിംഗ് വിസ കിട്ടും. ഓക്കെ, പക്ഷേ ഇതിൽ കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത് വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞാൽ കാനഡയിൽ ഒരു ജോലി കണ്ടുപിടിച്ച് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ്. കുറേ പേര് നമ്മുടെ പല വീഡിയോയുടെ താഴെയായിട്ട് കമന്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇത്രയും നാളായി, എനിക്ക് ഇതുവരെ അപ്രൂവൽ ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് കാനഡയിൽ, ജോലി കിട്ടുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്താണ് അങ്ങനെയെന്ന്. കാരണം എന്ന് വെച്ചാൽ വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞാൽ കാനഡയിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അത് ഇവർക്ക് അറിയാമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അവർ പറഞ്ഞ് ഞങ്ങൾ ഏജൻസി വഴിയാണ് അപ്ലൈ ചെയ്തത്, ഏജൻസികൾ ഇങ്ങനെ പറഞ്ഞു ഇപ്പം പുതിയ റൂൾ വന്നിട്ടുണ്ട് കാനഡയിൽ വിസിറ്റിംഗ് വിസ ആയിട്ട് വർക്ക് പെർമിറ്റ്, ഇൻസൈഡ് കാനഡയിൽ തന്നെ നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും, നാട്ടിൽ പോവാതെ കാനഡയിൽ നിന്നുകൊണ്ട് തന്നെ വിസിറ്റിംഗ് വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റ് മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഇത് സത്യം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് കുറേ മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഏജൻസികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. അതായത് നമ്മൾ ഗൾഫിലൊക്കെ പോകുമല്ലോ, ഗൾഫിലൊക്കെ വിസിറ്റിംഗ് വിസ എടുത്ത് പോയിട്ട് ഒരു ജോലി കണ്ടുപിടിച്ചു, പല കമ്പനികളും കയറി നമ്മൾ CV കൊടുത്തു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വിസിറ്റിംഗ് വിസയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കമ്പനി നമ്മളെ ഇഷ്ടപ്പെട്ടു, നമ്മളെ ഹയർ ചെയ്തു. അതിനുശേഷം അവരെന്തോ ചെയ്താൽ അവിടെ നിന്നുകൊണ്ട് തന്നെ വിസിറ്റിംഗ് വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റും. ഇപ്പോൾ ചില സമയത്തൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് നെക്സ്റ്റ് അടിക്കും. ഇപ്പം അടുത്തുള്ള നിയറസ്റ്റ് ഏതെങ്കിലും ഗൾഫ് കൺട്രീസിലോട്ട് മാറി, ഇപ്പം ഒമാൻ അങ്ങനെ വേറെ ഏതെങ്കിലും കൺട്രിയോടൊക്കെ മാറി, UAE ആണെങ്കിൽ ഒമാനിലൊക്കെ പോയിട്ട് അവർ തിരിച്ചു വന്നിട്ടൊക്കെ ഈ പറഞ്ഞ വർക്ക് പെർമിറ്റിലോട്ട് മാറിയിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻസൈഡ് കാനഡ അതുപോലെ പറ്റും. നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിലോട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പനിയിൽ ഇന്റർവ്യൂ പോകണമെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. എൻ്റെ അറിവിൽ പറ്റത്തില്ല. അപ്പോൾ ഏജൻസികൾ പറഞ്ഞു തരുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം വിസിറ്റിംഗ് വിസ വന്ന ഒരാൾ ജോലി ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ജോലി അന്വേഷിക്കാൻ പറ്റത്തില്ല. രഹസ്യമായിട്ടൊക്കെ പറ്റുമായിരിക്കും, ലീഗലി അവർക്ക് പറ്റത്തില്ല. ഒരു കമ്പനി പോയി ഒരു CV ഡ്രോപ്പ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഈവൻ റെസ്റ്റോറൻറ്റിൽ പോലും ഞാൻ വർക്ക് ചെയ്യുന്ന നാളെ മുതൽ വന്നോട്ടെ, അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജോലി കയറിക്കോട്ടെ എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ കാനഡയിൽ വന്നിരിക്കുന്നത് പർപ്പസ് ഓഫ് ദ വിസിറ്റ്, ഒന്നെങ്കിൽ നിങ്ങൾ കാനഡയിൽ ജസ്റ്റ് വരിക, സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക, തിരിച്ച് നാട്ടിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആണോ റിലേറ്റീവ് ആണോ അവരുടെ കൂടെ താമസിക്കുക, ഒന്ന് അടിച്ചു പൊളിച്ച് പോവുക, തിരിച്ച് നാട്ടിൽ പോവുക. ഈ ഒറ്റ പർപ്പസ് മാത്രമേ ഈ വിസിറ്റിംഗ് വിസയ്ക്ക് ഉള്ളൂ. അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ വന്നിട്ട് ഇപ്പോൾ ഗൾഫിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ CV ഡ്രോപ്പ് ചെയ്യുക, അങ്ങനെ സെറ്റപ്പ് ഇവിടെ ഇല്ല. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ LMI ആണ്. ഈ LMI എന്താണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ വിസിറ്റിംഗ് വിസയിലോട്ട് വന്നിട്ട് കാനഡയിൽ ഒരു ജോലി കണ്ടുപിടിച്ച് വർക്ക് പെർമിറ്റ് മാറി പിന്നെ PR ഒക്കെ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താണ് LMI എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പുതിയ റൂൾ അനുസരിച്ചിട്ട് LMIക്ക് 6 മാസം വാലിഡിറ്റി ഉള്ളൂ. വീണ്ടും 6 മാസം നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ LMI ഉണ്ടെങ്കിൽ മാത്രമേ അപ്പൊ നിങ്ങൾക്ക് LMI കിട്ടിയാൽ മാത്രമേ ഈ വിസിറ്റിംഗ് വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റ് മാറ്റാൻ പറ്റൂ. അപ്പൊ ഈ LMI എന്ന് പറയുന്ന സാധനം എളുപ്പം കിട്ടുന്ന കാര്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് വർക്ക് പെർമിറ്റ് ഇപ്പം സ്റ്റുഡന്റ് ആയിട്ട് വന്നു, അതിനുശേഷം വർക്ക് പെർമിറ്റ് മാറി, PR സ്കോർ കിട്ടുന്നില്ല. ഇപ്പൊ കറന്റ് PR ഭയങ്കര സ്കോറാണ് വിളിക്കുന്നത്, 540 550 ഒക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ ആ സ്കോർ മീറ്റ് ചെയ്യാത്തപ്പം ഈ പറഞ്ഞ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ട് വർക്ക് പെർമിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോലും LMI ശ്രമിക്കാറുണ്ട്. അവർക്ക് പോലും കിട്ടുന്നില്ല. കാരണം അവർക്ക് ആൾറെഡി 3 ഇയർ വർക്ക് പെർമിറ്റ് ഉണ്ട്, അവർക്ക് കാനഡയിൽ ഇൻസൈഡ് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉണ്ട്.
അവർ അന്നേരം എല്ലാം നോക്കുമ്പോൾ അവർക്ക് പോലും കിട്ടുന്നില്ല. കാരണം ഓരോ എംപ്ലോയറും അല്ലെങ്കിൽ പറഞ്ഞ ലോയർ വഴിയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ 30,000 തൊട്ട് 40,000 കനേഡിയൻ ഡോളറാണ് ചോദിക്കുന്നത് ഈ LMAക്ക്. അത് 6 മാസം വാലിഡിറ്റി ഉള്ളൂ. അതൊരു ക്ലോസ്ഡ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ 6 മാസം, നേരത്തെ 1 ഇയർ ആയിരുന്നു, ആ 1 ഇയറിന് നിങ്ങൾ ആ എംപ്ലോയറിന്റെ കീഴിൽ പണിയെടുക്കണം. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇൻസൈഡ് കാനഡ നിൽക്കുന്ന ഒരാളാണെങ്കിൽ വർക്ക് പെർമിറ്റ് ഉണ്ട്, സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു, വർക്ക് പെർമിറ്റ് ആണ്, അവർ ഒരു 2 വർഷം ജോലി ചെയ്തു, അവർക്ക് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ കമ്പനി തന്നെ അവർ ചിലപ്പോൾ LMA കൊടുക്കും. ഇപ്പോൾ റെസ്റ്റോറൻ്റ് ഒക്കെ ആണെങ്കിൽ അവിടുത്തെ ഓണർ പറയണം, ഓക്കെ നിന്റെ വർക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ LMA തരാം, അത് വെച്ച് നീ PR അപ്ലൈ ചെയ്യുമെന്ന് പറയാം. അപ്പോൾ എന്താണ് ആ പുള്ളിക്കാരന് ഈ പറഞ്ഞ ഈ LMAക്ക് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അയാളുടെ വർക്ക്, അയാളുടെ ജോലി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ LMA കൊടുക്കാമെന്ന് ഉറപ്പ് പറയുന്നത്. ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കും, ചിലപ്പോൾ കുറച്ച് പൈസ മേടിച്ചിട്ട് കൊടുക്കും. എന്തായാലും ആ ആളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ നാട്ടിൽ നിന്ന് വിസിറ്റിംഗ്സൊക്കെ വന്നു, നിങ്ങൾ LMAക്ക് ശ്രമിക്കുകയാണ്, നിങ്ങളെ ആ എംപ്ലോയറിന് അറിയത്തില്ല, നിങ്ങളുടെ ജോലി എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നിങ്ങളെ ഹയർ ചെയ്ത് ഒരു 6 മാസം ശ്രമിച്ചു നോക്കാമെന്ന് ചിന്തിക്കുകയാണ് ആ എംപ്ലോയർ. എന്നാലും പറ്റത്തില്ല, കാരണം നിങ്ങൾ ലീഗലി ഇൻസൈഡ് ചെയ്യാണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വിസിറ്റിംഗ് വിസയിലാണ്. പിന്നെ എങ്ങനെ ആ ആൾ നിങ്ങൾക്കൊരു ജോലി തരും, നിങ്ങൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ LMA കിട്ടും? ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊന്നും ഈ ഏജൻസിക്കാർ നിങ്ങളോട് പറഞ്ഞു തരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ 2-3 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഈ വിസിറ്റിംഗ് വിസയ്ക്ക് വരാൻ വേണ്ടി ഫാമിലി ആയിട്ടൊക്കെ കാത്തിരിക്കുന്ന ഒത്തിരിയും പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള പല ട്രാപ്പുകളും ഉണ്ട്, ആൾക്കാർ ഇതിലൊക്കെ പോയി പെടുന്നുണ്ട്. കാരണം നല്ല നല്ല ജോലി ഉള്ളവർ പോലും ഇൻസൈഡ് ഈ കാനഡയിൽ വന്നിട്ട് ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒത്തിരിയും പേരുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അവിടെ വരിക, ഇവിടെ വരാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും, അവസാനം PR കിട്ടും എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം പറയാം, ഇൻ കേസ് നിങ്ങൾ വിസിറ്റിംഗ് വിസയെ വന്നു, നിങ്ങൾക്ക് ഒരാൾ LMA തന്നു, ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു, അല്ല കുറച്ച് പൈസ, ഒരു 30,000 കാനഡ ഡോളർ കൊടുക്കുന്ന LMA ഒപ്പിച്ചു, എന്താണ് പ്രയോജനം? ഇപ്പം നിലവിൽ 6 മാസമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. ഈവൻ നിങ്ങൾ വീണ്ടും പുതുക്കി 1 ഇയർ ആക്കി, വീണ്ടും എല്ലാ 6 മാസം കൂടുമ്പോൾ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതിപ്പോൾ എംപ്ലോയർ ചോദിക്കുന്ന പൈസ നിങ്ങൾ കൊടുക്കണം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ പണി ആ എംപ്ലോയർ ഇഷ്ടപ്പെട്ടില്ല, 6 മാസം കഴിഞ്ഞ് പുതുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ ജോലി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വേറെ എംപ്ലോയറെ കണ്ടുപിടിക്കണം, വീണ്ടും ആ എംപ്ലോയറിനോട് LMA മേടിക്കണം, അതിന് പൈസ കൊടുക്കണം. എത്ര ലക്ഷം രൂപയാണ് അങ്ങനെ കൊടുക്കുന്നത്? എനിക്ക് പറഞ്ഞുകൂടുന്നത് എങ്ങനെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു രീതിയാണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരാം. ഇത്രയും പൈസയൊക്കെ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് വരാൻ. അപ്പോൾ നിങ്ങൾ കാനഡയിലേക്ക് വിസിറ്റിംഗ് വിസയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇതുപോലത്തെ സെറ്റപ്പാണ് നിങ്ങൾ ആലോചിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഓരോ ഏജൻസിയും പറയുന്ന കാര്യങ്ങൾ കണ്ണുകൂട്ടി വിശ്വസിക്കരുത്. കാരണം കാനഡയിലെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റൂളുകളൊക്കെ ഉണ്ട്. ഈ LMA എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് കിട്ടുന്നില്ല. ഈ LMA കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റ് മാറ്റാൻ പറ്റൂ, കാനഡ ജോലി ചെയ്യാൻ പറ്റൂ. പക്ഷെ എന്നാൽ പോലും ഈ LMA ചുമ്മാ കിട്ടത്തില്ല. ഈവൻ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക് പെർമിറ്റ് ഉള്ള ആൾക്കാർ PR-ന് വേണ്ടിയിട്ട്, സ്കോറിന് വേണ്ടിയിട്ട് പോലും LMAയിലോട്ട് മാറാറുണ്ട്. 50 പോയിന്റ് തൊട്ട് 250 പോയിന്റ് വരെ കിട്ടും. പക്ഷെ അവർക്ക് പോലും ഈ LMA കിട്ടുന്നില്ല. അപ്പോൾ ഒന്നും അറിയാതെ നിങ്ങൾ നാട്ടിൽ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ പരിചയമില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് എങ്ങനെ LMA തരും? പൈസ മേടിച്ചിട്ട് 6 മാസത്തേക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ കൊടുത്ത പൈസ പോലും 6 മാസം വർക്ക് ചെയ്താൽ ഇവിടുത്തെ ചെലവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ വിസ അപ്ലൈ ചെയ്യാനായിട്ട് നാട്ടിൽ നിന്ന് 2-3 ലക്ഷം കൊടുക്കുന്നതിനൊക്കെ എന്ത് അർത്ഥമാണുള്ളത്? അപ്പോൾ നിങ്ങൾ എന്തായാലും പല ഏജൻസികളും ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പോയി ചാടരുത്, ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയുക, അന്വേഷിക്കുക, എന്നിട്ട് മാത്രമേ വിസിറ്റിംഗ് വിസയിൽ അപ്ലൈ ആവൂ. വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ 185 കാനഡിയൻ ഡോളറാണ് നോർമലി ആവുന്നത്. അതിൽ $100 എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസും $85 എന്ന് പറയുന്നത് നമ്മുടെ ബയോമെട്രിക്സ് ഫീസുമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ അത്യാവശ്യം നല്ല പ്രൊഫൈലാണ്, കുറേ ട്രാവലിംഗ് ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ കാനഡയിലുള്ള ആരെങ്കിലും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്, നാട്ടിൽ കുറേ അസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിസിറ്റിംഗ് വിസ കിട്ടും. പിന്നെ നിങ്ങളൊരു ഏജൻസി വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മാക്സിമം ഒരു ഇൻഡിവിജ്വൽ ആപ്ലിക്കന്റ് മാക്സിമം ഒരു 15,000-20,000 രൂപയ്ക്ക് ആവത്തുള്ളൂ. എങ്ങനെ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതിനെ പറ്റി നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി കണ്ടു നോക്കുക. അത് ആ രീതിയിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾ ഏജൻസി വഴിയാണ് അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ 2-3 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുള്ളത് ആലോചിക്കുക. കാരണം അത്രയും രൂപ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് സെറ്റപ്പാക്കി പോകാനുള്ള സിറ്റുവേഷൻ ഒന്നും അല്ല. അങ്ങനെ രാജ്യമല്ല കാനഡ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഗൾഫിലെ പോലെ പറ്റൂല. അപ്പം ഈ വീഡിയോ കുറേ പേർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.